ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് ആണ്. നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്ന മോഡലിനേക്കാളും ഒരു ചെറിയ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രയർ യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ഫില്ലിംഗ് ആവുന്ന രീതിയിലാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വാളിനെ നമ്മൾ ഈ ചെറിയ ഭാഗത്ത് PVC ലൂവേഴ്സും അതുപോലെ തന്നെ ടെക്സ്റ്റർ ആയിട്ടുള്ള മൈക്ക കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു ഡെക്കോറിയാസിൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ അടുത്ത് തന്നെ നന്ദിക്കര എന്ന് പറയും. അതിന്റെ അടുത്തൊരു വീടിന്റെ ഒരു ഇതെല്ലാ വർക്കുകൾ നമ്മുടെ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. നമുക്ക് പുതിയ മോഡലായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ വർക്കുകൾ, അതായത് വലിയൊരു ബഡ്ജറ്റ് അല്ല, ഒരു മിനിമം ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ വർക്കുകളാണ്. അപ്പൊ അതിന് നമുക്ക് അതിന്റെ വിശേഷത്തിലേക്ക് കിടക്കാം. വെൽക്കം ടു ഡെക്കോറിയാസിൽ. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് ആണ്. നമ്മളിപ്പോ സാധാരണ ചെയ്യുന്ന മോഡലിനേക്കാളും ഒരു ചെറിയ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രയർ യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേണിനേക്കാളും വിട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഓവൽ ഷെയ്ഡ് കാര്യങ്ങൾ കൊടുത്തു, അതിൽ PVC ലൂവേഴ്സ് ആണ് നമ്മൾ ഇൻസൈഡ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മാച്ചിങ് കിട്ടാൻ ബോത്ത് സൈഡിൽ നമ്മൾ ചെറിയൊരു ലൂവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റാൻഡ് കാര്യങ്ങളായിട്ട് ഒരു മോഡൽ. അപ്പോൾ ഒരു വൈറ്റ് തീമാണ് നമ്മളിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഒരു എലഗന്റ് ലുക്ക് കിട്ടാവുന്ന രീതിയിൽ ഒരു വൈറ്റ് തീമിലാണ് നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ഫില്ലിംഗ് ആവുന്ന രീതിയിലാണ് ഇവിടെ ഒരു TV യൂണിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വാളിനെ നമ്മൾ ഈ ചെറിയ ഭാഗത്ത് PVC ലൂവേഴ്സും അതുപോലെ തന്നെ ടെക്സ്റ്റർ ആയിട്ടുള്ള മൈക്ക കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പാസേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ കർവ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡും കർവ് ചെയ്തുകൊണ്ടുള്ള ഒരു യൂണിറ്റാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളിവിടെ പ്രയർ യൂണിറ്റും അതുപോലെ TV യൂണിറ്റും നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയൊരു ക്രോക്കറി ഷെൽഫ് പോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ സെർവ് ചെയ്യുമ്പോൾ വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്രോക്കറി ഷെൽഫ് നമ്മൾ കർവ് ടൈപ്പ് ഡിസൈൻ കൊടുത്ത് ഫ്ലൂട്ടഡ് മൈക്ക് ഗ്ലാസ് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു 5 അടി വരാവുന്ന രീതിയിൽ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ക്രോക്കറി ഷെൽഫ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. നമുക്കിത് ഗ്ലാസ് ഡോർ പ്രൊഫഷനായി കാര്യങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തു. കാരണം വെച്ചാൽ മെയിനായിട്ട് ഇവിടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ഓപ്പൺ സ്പേസ് ആക്കി. പിന്നെ നമുക്ക് എന്തെങ്കിലും കീ ഹോൾഡർ പോലത്തെ അങ്ങനെ സംഭവങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലൊരു പ്രൊവിഷൻ. പിന്നെ അതുപോലെ തന്നെ ഇതിലും ക്രോക്കറിയുടെ ഒരു സ്പേസ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. അപ്പോൾ നമ്മൾ ഡെപ്ത് നന്നായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയറിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻസൈഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ C ഷേപ്പ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈൽ തന്നെ നമുക്ക് ഫ്രിഡ്ജ് വരുന്നുണ്ട്. 2 സൈഡ് ഡോറ് ഫ്രിഡ്ജ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു 1 മീറ്റർ നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ കൗണ്ടർ കാര്യങ്ങൾ ചെയ്തു. ഇതിന്റെ മുകളിൽ നമുക്ക് വാൾ യൂണിറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 3 ആക്സറീസ് കാര്യങ്ങൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുൾ ഔട്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഇൻഡക്ഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക്കിന്റെ ഇൻഡക്ഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഹുഡ് ഹോബ് അതുകൊണ്ട് ഒഴിവാക്കി. ഒരു ഗൾഫിലായതുകൊണ്ട് തന്നെ അവർക്ക് അതാ യൂസേജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ നമുക്കിവിടെ ഇലക്ട്രിക് ഇൻഡക്ഷൻ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് കിച്ചണിലേക്കാണ് നമ്മൾ സ്റ്റൗ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സാധാരണ നോർമലി സിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ടോൾ യൂണിറ്റ് നമുക്ക് ആക്സറീസ് ആഡ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഒരു ടോൾ യൂണിറ്റ് ആക്കിയിട്ട് നമ്മൾ സെപ്പറേഷൻസ് കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ ഒരു ബഡ്ജറ്റ് കുറയ്ക്കാവുന്ന രീതിയിൽ ഒരു മിനിമം ബഡ്ജറ്റിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു വാഷ് ഏരിയ ആണ്. അപ്പൊ ഇതിനോട് തന്നെ മാച്ച് ചെയ്യാവുന്ന നമ്മുടെ പ്രയറിനും അതിനൊക്കെ മാച്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ടൈല് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ലൂവർ കാര്യങ്ങൾ കൊടുത്തു. അപ്പൊ അതിനോട് തന്നെ കർവായിട്ടുള്ള ഡിസൈനിൽ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ സെയിം മാച്ചിങ്ങിൽ തന്നെ മിറർ അതുപോലെ തന്നെ കർവ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ ഇതിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ വാഷ് കൗണ്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ രീതിയിലാണ് ഇവിടുത്തെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വലിയ വർക്ക് അല്ലെങ്കിലും അത്യാവശ്യം നമുക്കൊരു മിനിമം ബഡ്ജറ്റിൽ ചെയ്യാവുന്ന വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ നമ്മൾ അതിന്റെ 3D കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ കമ്മീഷനിങ് കാര്യങ്ങൾ നമ്മുടെ ഫുൾ ഓട്ടോമേഷൻ കമ്പനിയാണ്. അപ്പോൾ നമുക്ക് തന്നെ പ്രൊസീജിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വർക്കുകളൊക്കെ ഫാസ്റ്റിലും അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.